വെൽക്കം ടു ലാമീസ് വേൾഡ്. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ വാരിയിൽ ചുട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ഞാനിതൊരു 2.5 കിലോ വാരിയെല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അതിനായിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ ഒരു പിടി വെളുത്തുള്ളിയും 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഞാനിതാ ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വാരിയെല്ലും കൂടി ചേർക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിലൊക്കെ മതി. ഈ വാരിയെല്ലുമ്മ പുരട്ടാനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 8 സവാള ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫിൻ്റെ വാരിയെല്ലൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഈ മസാലയിലേക്ക് ചേർക്കാനായിട്ട് ഒരു പിടി വെളുത്തുള്ളിയും 6 പച്ചമുളകും ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി ചേർത്തിട്ടുണ്ട്. ഈ തക്കാളിയും കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ. ഇപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതിന് ശേഷം സെക്കൻഡ് ബാച്ചും കൂടി ഞാൻ അരച്ചെടുക്കുകയാണ്. ഞാൻ സെക്കൻഡ് ബാച്ചിൽ ഞാൻ കുറച്ച് ചെറിയ ജീരകവും പിന്നെ പട്ടയും ഗ്രാമ്പു പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഞാനിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓരോ വാരിയലിൻ്റെ മേലെ ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാ വാരിയലുമലും തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ അലൂമിനിയം ഫോയിൽ എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ മസാല തേച്ച് വെച്ചിട്ടുള്ള വാരിയലുമലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് എന്താ പറയുക, അതേ രീതിയിൽ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിലും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാനിത് അലൂമിനിയം ഫോയിലിൽ എല്ലാ വാരിയലിലും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു 10 മിനിറ്റും മറ്റേ സൈഡ് ഒരു 10 മിനിറ്റും വേണ്ടത്. അപ്പോഴേക്കും ഈ വാരിയലൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇതെല്ലാ വാരിയലിലും ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫിൻ്റെ വാരിയൽ ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബീഫ് വാരിയലായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.